ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി ഫഅൻത നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനതി വഅൻത സിറുൻ നദാ യാ ഖൈറ മുഅ്തമദി. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനുഭാവനെക്കുറിച്ച് നമ്മിൽ പലരും മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ ആചാരങ്ങളോട് വിരുദ്ധമായി പ്രവർത്തിക്കുകയും വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായിട്ട്, ത്വരീക്കത്തുമായിട്ട് ഒക്കെ മാറി നിൽക്കണം, തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തണം എന്നായിരുന്നു. എന്നാൽ മഹാനായ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് കാലഘട്ടത്തിൻ്റെ പ്രതിപുരുഷനായ ഖുതുബുൽ ആലം ഷെയ്ഖുൽ മശായിഖ് CM വലിയുല്ലാഹി അൽ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതോടെ നമ്മൾ ഇതുവരെ വെച്ച് പുലർത്തിയിരുന്ന നമ്മുടെ ധാരണകൾ ശരിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഒരു ശരിയായ വിശ്വാസി എന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, തെറ്റാണെന്നൊരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ തയ്യാറായിരിക്കും. അൺലേണിംഗ് എന്ന് പറയും. അവൻ എപ്പോഴും പഠിക്കാൻ ഉന്മുഖത കാണിക്കുന്ന ഒരാളായിരിക്കും. അതോടൊപ്പം തന്നെ താൻ പഠിച്ചു വച്ച അബദ്ധധാരണകൾ വല്ലതും അത് അബദ്ധധാരണയാണെന്ന് ബോധ്യപ്പെട്ടാൽ അൺലേൺ ചെയ്യാനും അവൻ തയ്യാറായിരിക്കും. ഞാൻ അങ്ങനെ ആദ്യം ധരിച്ചു വച്ചിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു, മഹാനായ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ഷാ തങ്ങൾ എന്നുള്ളത്, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരെക്കുറിച്ച് ഖുതുബുൽ ആലം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഷാ തങ്ങളെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല എന്ന്. മാത്രവുമല്ല, അവിടുന്ന് അവരുടെ കൊണ്ടോട്ടിയിലുള്ള ജാറത്തിൽ പല ഒരു സിയാറത്ത് നടത്തിയിട്ടുണ്ട് എന്നും നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടന എടുത്ത തീരുമാനമോ അത് സ്വാഭാവികമായിട്ടും റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത. മഹാനായ ഖുതുബുൽ ആലം തങ്ങൾ ഉപ്പാപ്പയോട് ഇവിഷയമായി അന്ന് അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ചോദിച്ചു, അല്ലെങ്കിൽ അവരുടെ ആ സമീപത്തുണ്ടായിരുന്നവർ ചോദിച്ചു, അപ്പോൾ സമസ്ത എടുത്ത തീരുമാനമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് അബദ്ധമായിരുന്നു, അതങ്ങനെ എടുത്തുപോയതാണ് എന്ന നിലക്ക് അവിടുന്ന് സംസാരിച്ചു എന്നാണ് എനിക്ക് നേരിട്ട് ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞത്. മാത്രമല്ല, കൊണ്ടോട്ടി തങ്ങളുപ്പാപ്പ അവർ മഹാനാണ്, അവരെക്കുറിച്ചൊന്നും പറയരുത് എന്ന് CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കൽത്തർ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പല പ്രഭാഷണങ്ങളിലും മറ്റും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ വ്യക്തി സംഭാഷണങ്ങളൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അത് അറിയുന്ന പണ്ഡിതന്മാർക്കറിയാം, ഖുതുബുൽ ആലം തങ്ങളുമായിട്ട് അഭേദ്യ ബന്ധം വെച്ച് പുലർത്തിയിരുന്ന പണ്ഡിതന്മാർക്കൊക്കെ അതറിയാം, അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ അതറിയാം. അതേസമയം അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും, ആധ്യാത്മികമായ വലിയ ബന്ധങ്ങളൊന്നും വെച്ച് പുലർത്താത്തവർക്ക് ഒരു പക്ഷേ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് നേർക്കുനേർ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ചെയ്തതിന്, ആ മഹാനുഭാവൻ്റെ ജാറം സിയാറത്ത് ചെയ്തതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ട് മനസ്സിലാക്കലാണ്
അവർക്കൊക്കെ കരണീയമായിട്ടുള്ളത്. അപ്പോൾ സമസ്തയുടെ തീരുമാനം എന്തു ചെയ്യുമെന്നുള്ള ചോദ്യം വ്യക്തമാണ്, അത് റദ്ദ് ചെയ്യപ്പെടുകയാണ്, അല്ലേ, മൻസൂഖാക്കപ്പെടും സ്വാഭാവികമായിട്ടും. അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി. കാരണം ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെയൊക്കെ പ്രവർത്തന ലോകം അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറയുന്നത് ഒരു പക്ഷേ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അത് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവരുടെ ലോകം ഒരു വലിയ ലോകമാണ്, വേറൊരു ലോകമാണ്. ദൃശ്യഗോചരങ്ങൾക്കപ്പുറത്തുള്ള അഗോചരമായ മണ്ഡലമാണ്, പ്രവർത്തന മണ്ഡലമാണ് അവരുടേത്. അതെല്ലാം ശരീരത്തിലെ അഗ്രഗണ്യരായ പണ്ഡിതന്മാർക്ക് ബോധ്യമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഹല്ലാജെ കൊല്ലുന്നാൽ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചേനെന്ന് ഞാൻ എന്ത് പറഞ്ഞോവർ എന്നൊക്കെ ഉള്ള ചില വരികൾ കുത്തുബിയത്തിൽ മൊഹീദ്ദീൻ മാലയിലും മറ്റും നമ്മൾ കാണുന്നത്. ഹല്ലാജ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനായിരുന്നു. പക്ഷേ അക്കാലക്കാർക്ക് മഹാനെ മനസ്സിലായില്ല. അന്നും ഉണ്ടായിരുന്നല്ലോ ധാരാളം പണ്ഡിതന്മാരൊക്കെ. അവരെ കൊലപ്പെടുത്താനായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരുടെ തീരുമാനം. അതുപോലെ വേറെയും ധാരാളം പണ്ഡിതന്മാർ, ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു, ദുന്നൂരുൽ മിസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർക്കെതിരെ അന്നൊക്കെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ മതവിധി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. പലരെയും കൊലപ്പെടുത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അവരൊക്കെ വലിയ മഹാന്മാർ ആണ് എന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് സംബന്ധമായി ഞാൻ നടത്തിയ ചെറിയൊരു ഗവേഷണത്തിൽ, റിസർച്ചിൽ എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ്. അതിനിടയ്ക്ക് 1-2 പ്രഭാഷണങ്ങളും ഈ അടുത്ത് നടന്ന ചില പ്രഭാഷണങ്ങളും ഞാൻ കേൾക്കുകയുണ്ടായി. മഹാനായ കുത്തുബുൽ-ആലം CM വലിയുല്ലാഹി തങ്ങളുപ്പാപ്പ അവിടെ പോയിട്ടുണ്ട് എന്ന് ഒരു സുന്നിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അന്വേഷണത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ കുത്തുബാണല്ലോ, അവർക്കാണല്ലോ ഏതൊരു വിഷയത്തിൻ്റെയും അകക്കാമ്പ് ആരേക്കാളും അധികം അറിയാൻ കഴിയുക. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടോ, അവർ പോയിട്ടുണ്ടോ, പോയിട്ടുണ്ട്. അവർ അംഗീകരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മറുത്തൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്നാൽ ഇവിടെ സുന്നികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ പല പിഴച്ച വാദങ്ങളും അവർ ഇപ്പോൾ വെച്ച് പുലർത്തുകയാണ്. റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ട് പിശാച് സ്വപ്നത്തിൽ വരും. അതുപോലെ മുത്ത് റസൂലുള്ള എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആപതില്ലാതെ തളർന്നു കിടക്കുന്ന ഒരു തന്തയെപ്പോലെയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന സുന്നിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചാളുകൾ മഹാനായ മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ച് മറച്ച് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആളുകൾ എഴുതിവിടുന്നത്? അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം ഷിയയാണ് എന്നൊക്കെയാണ്. നോക്കൂ, ഇപ്പോൾ ഈ അടുത്ത് ഈ നിഴൽവാദത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ, അവരിൽപ്പെട്ട ഒരു മുസ്ലിയാർ, ജിദ്ദയിലോ മറ്റോ തുണിക്കച്ചവടം നടത്തിയിരുന്ന ഒരു മുസ്ലിയാർ, കടുത്ത നാസിബി, കടുത്ത യസീദിയായിട്ടുള്ള മുസ്ലിയാർ, അദ്ദേഹം വിളിച്ചു പറയുന്നു കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ബോറ മുസ്ലിമിൽപ്പെട്ട ഷിയയാണ്, അമുസ്ലിമാണെന്ന് വരെയാണ് അദ്ദേഹം പറഞ്ഞു കളഞ്ഞത്. നഅൂദുബില്ല. അതിന് വല്ല ചരിത്ര വസ്തുതയുമുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം തുറന്നടിക്കുകയാണ്. ആരോ എന്തോ എഴുതി വച്ചിട്ടുള്ള അടിസ്ഥാനരഹിതമായ വരികൾ അദ്ദേഹം പുനരാവിഷ്കരിക്കുകയാണ്. ഒരു മഹാനെക്കുറിച്ച് ഞാൻ ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ ഒരു പുസ്തകം എൻ്റെ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വരി ഓർത്തുപോവുകയാണ്. നമ്മൾ സമസ്തക്കാർ ആരെയും കാഫറുകളാക്കാറില്ല. കാഫറായി പോകുന്ന പല നടപടിക്രമങ്ങളും ഇവിടെ ജമാഅത്ത് മുജാഹിദ് അടക്കമുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളവരെ കാഫറാക്കാറില്ല. ഒരു മദ്ഹബിൻ്റെ ലാസിം മദ്ഹബല്ലാത്തതുകൊണ്ട് അവരെ കുഫർ കൊണ്ട് വിധിക്കാറില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ആ നടപടിക്രമമോ ആ ഒരു പാരമ്പര്യമോ ഇപ്പോൾ സമസ്തയുടെ ആളുകളെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഷിയ അല്ലെങ്കിൽ നാസിബിയായിട്ടുള്ള ഫൈസിയും മറ്റും പുലർത്തുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്ത് പച്ചക്കായിട്ടാണ് അദ്ദേഹം പറയുന്നത്, എന്ത് ധൈര്യത്തോടെയാണ് അദ്ദേഹം പറയുന്നത്? കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ബോറ വിശ്വാസിയായ ഷിയ ആയിരുന്നു എന്ന് ഒരടിസ്ഥാനവുമില്ലാതെ അദ്ദേഹം പറയുകയാണ്. മഹാനായ കുത്തുബുൽ-ആലം തങ്ങൾ പോയി എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അത് പറയാൻ പറ്റുമോ? അതുപോലെ തൃപ്പനച്ചിയിലുള്ള മുഹമ്മദ് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. 2 വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട് അവരെ കാണാൻ. വലിയ മഹാനാണ്. അവിടെ ഒരു വലിയ പള്ളി അദ്ദേഹം ഒരു മലക്ക് മുകളിൽ ആ സമയത്ത്
പണിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുകയാണ്. ആ മഹാനുഭാവൻ അദ്ദേഹം മഹാനായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുടെ ദർബാറിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹദറത്തിൽ, അദ്ദേഹത്തിൻ്റെ ദർബാറിൽ, അദ്ദേഹത്തിൻ്റെ പർണശാലയിൽ നടക്കുന്ന പ്രത്യേകമായിട്ടുള്ള ദിക്റുകളിലും മറ്റും അവിടത്തേക്ക് ഫാത്തിഹ ഹദിയ ചെയ്യുന്ന ഏർപ്പാട് അന്നും ഇന്നുമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹം പിഴച്ചയാളാണെങ്കിൽ ഈ പറയപ്പെട്ട മഹാന്മാരൊക്കെ അവരുടെ ഹദറത്തിൽ പോകുമോ? ഒരിക്കലുമില്ല. സുലൈമാൻ അസ്താദ് അടക്കം പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വസ്തുതകൾ എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന മഹാന്മാർ പോയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പല പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിഴൽവാദത്തിൻ്റെ വക്താക്കളായ ഒരു വിഭാഗം പണ്ഡിതന്മാർ, മുത്തറസൂറുദാക്ക് നിഴലുണ്ടെന്ന് വാദിക്കുന്ന കുറച്ച് ആളുകൾ, അതിൽപ്പെട്ട ഒരു പ്രമുഖ പണ്ഡിതൻ കൊട്ടുക്കര സഅദി എന്ന് പറയുന്ന മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മുദരിസ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ നിഴൽവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഈ കൊട്ടുക്കര സഅദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. ഞാൻ ചിരിച്ച് മണ്ണ് കപ്പി. എന്ത് വിഡ്ഢിത്തരമൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ശുദ്ധ അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ചെറിയൊരു ശകലം നിങ്ങൾ കേട്ടു നോക്കൂ. കൊട്ടുക്കര സഅദി പറയുന്നത് കേട്ടു നോക്കൂ, നിഷ്പക്ഷമായിട്ട്. പിന്നെ വായക്കാട് മോയിൻബാപ്പു ഉസ്താദ് പറഞ്ഞു, പിന്നെ അതേപ്രകാരം പിന്നെ കുത്തുബുല്ലാലം സി എം വലുല്ലാഹി പോയതിന് തെളിവ് ആധികാരികമായിട്ടില്ല എന്ന്. പിന്നെ വായക്കാട് മോയിൻബാപ്പു എന്ന ആൾ ഇപ്പം അടുത്ത് ഒരു ടീമിന് കൊടുത്ത മുഖാമുഖത്തിൽ കുത്തുബുല്ലാലം സി എം വലുല്ലാഹിൻ്റെ അടുത്ത് കുത്തുബുല്ലാലം സി എം വലുള്ള പിന്നെ മുഹമ്മദ് ഷാ തങ്ങളെ സന്ദർശിക്കാൻ പോയ സമയത്ത് അതിൻ്റെ കൂട്ടത്തിലുള്ള ആളാണ് വായക്കാടുള്ള ഈ മോയിൻബാപ്പു എന്ന ആൾ. അപ്പോൾ അവർ കളവാണ് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? കാരണം അനുഭവമല്ല പറയുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളോട്, ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതല്ല, ഇതൊക്കെ രേഖകളാണ്. കൻസുൽ ബറാഹീൻ കിതാബുണ്ട്, രേഖയാണ്. ആ കൻസുൽ ബറാഹീനിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാടെ വായിക്കേണ്ട എൻ്റെ അടുത്ത് എല്ലാ സാധനവും അൽ ഇർഷാദ്. നോക്കൂ, ഇദ്ദേഹം പറയുന്നത് കൻസുൽ ബറാഹീനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കൻസുൽ ബറാഹീൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഷേഖ് ജിഫ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥമായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ കൻസുൽ ബറാഹീനിൽ എവിടെയും മുഹമ്മദ് ഷാ തങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. 500ഓളം പേജുകളുള്ള വലിയൊരു ഗ്രന്ഥം. സ്വാഭാവികമായിട്ടും ആ ഗ്രന്ഥം മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരെയാണ് എങ്കിൽ അതിലെവിടെയെങ്കിലും മുഹമ്മദ് ഷാ തങ്ങളുടെ പേര് പരാമർശിക്കപ്പെടണ്ടേ? ഈ വിഷയത്തിൽ റിസർച്ച് നടത്തിയ ചില പണ്ഡിതന്മാരുമായിട്ട് ഞാൻ സംവദിച്ചു. കൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥം പാരായണം ചെയ്ത പണ്ഡിതന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവരാരും തന്നെ ആ ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഷാ തങ്ങളുടെ പേര് ഷേഖ് ജിഫ്രി പറയുന്നതായിട്ട് അവർക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ആർക്കും കൊണ്ടുവരാവുന്നതാണ്. അവർ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. അവർ പറയുന്നത് ആർക്കും വരാം, അങ്ങനെയൊരു പേര് ഷേഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാവുന്ന അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരുടെ വെല്ലുവിളി പബ്ലിക് ഡൊമൈനിലുമുണ്ട്. ഇതുവരെയും വെല്ലുവിളി ഏറ്റെടുത്ത് ആരും വന്നിട്ടില്ല. അപ്പോൾ കൊട്ടുക്കര സഅദി പറയുന്നത് ശുദ്ധ കളവല്ലേ? അദ്ദേഹം പറഞ്ഞത് കൻസുൽ ബറാഹീനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കേട്ടോളൂ. ജിഫ്രിയ എന്ന ഗ്രന്ഥം വഹാബിസത്തിനെതിരെ എഴുതിയ അതേ ജിഫ്രിയാണ് എഴുതിയത് കൻസുൽ ബറാഹീൻ എഴുതിയത്. ആ കൻസുൽ ബറാഹീനിന്റെ കോപ്പിയാണ് 364 പേജിൽ. ഞാനിത് പണ്ട് എത്രയോ കാലം മുന്നേ മരിച്ച് ഇപ്പൊ ഖബറിലാണ് ഒരാൾ. അയാളെ പറ്റി ഇനി നമ്മൾ കീറി മുറിക്കണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാൻ അതിലേക്ക് കിടക്കാത്ത. നോക്കൂ, പറയണ കേട്ടില്ലേ? അതേ പറഞ്ഞ കേട്ടില്ലേ? ഒന്നുകൂടി കേട്ടോളൂ. അല്ല, നമ്മളടുത്ത് അതിന്റെ കൻസുൽ ബറാഹീനിന്റെ കോപ്പിയാണ് 364 പേജിൽ. ഞാനിത് പണ്ട് എത്രയോ കാലം മുന്നേ മരിച്ച് ഇപ്പൊ ഖബറിലാണ് ഒരാൾ. അയാളെ പറ്റി ഇനി നമ്മൾ കീറി മുറിക്കണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാൻ അതിലേക്ക് കിടക്കാത്ത. നോക്കൂ,
പണ്ട് മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് വീണ്ടും കീറിമുറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ഇത് പറയാൻ നിൽക്കേണ്ട ആവശ്യം എന്ത്? പണ്ട് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയുന്നതിൽ അനൗചിത്യമുണ്ടെങ്കിൽ പിന്നെ അത് പറയാമോ? ആ വിഷയം തന്നെ അവിടെ പറയാൻ പാടില്ലല്ലോ. ചോദ്യം വരുമ്പോൾ തന്നെ മോനെ ആ ചോദ്യം അവിടെ വേണ്ട, അത് അനൗചിത്യപരമാണ്, മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാൽ പോരെ? അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? ഇദ്ദേഹത്തിൻ്റെ നിഴൽവാദ സംഘടനയിലെ പല ആളുകളും ഇന്ന് മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ച് മോശപ്പെട്ട നിലപാടുകളാണല്ലോ വെച്ച് പുലർത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ നാസിബി ആയിട്ടുള്ള യസീദി ആയിട്ടുള്ള ഷിയ ഫൈസി, അദ്ദേഹം കോഴിക്കോടോ മലപ്പുറത്തോ ഏതൊരു സ്ഥാപനത്തിൽ മുദരിസാണ്, ഈ പറയപ്പെടുന്ന വിഭാഗത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മുദരിസാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ബോറ വിഭാഗത്തിൽപ്പെട്ട ഷിയയാണ്. ബോറകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, കാഫറുകളാണ്. ആ പട്ടമാണ് അദ്ദേഹം ചാർത്തിയത്. അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? ശുദ്ധ കാപഢ്യമല്ലേ ഇത്? അദ്ദേഹം പറഞ്ഞു നോക്കൂ. നമ്മളടുത്ത് അതിന്റെ രേഖയില്ലാണ്ടല്ല സുജൂദ് ചെയ്യാൻ പറഞ്ഞതും കടുത്ത കുഫറിന്റെ ആശയൊക്കെ ഒരു മരിച്ചുപോയ ആളെ അയാളെ പറ്റി നമ്മൾ കീറിയുണ്ടല്ലോ. അയാളെ സംബന്ധിച്ചുള്ള തീരുമാനം പഠിച്ച് നമ്മുടെ പഴയ കാലത്ത് ഉലമാവ് പറഞ്ഞു. അതിനെതിരെ ഇപ്പം വന്നിട്ട് ഏത് വാപ്പ് പറഞ്ഞാലും, ഞാൻ പറഞ്ഞില്ല ഏത് വാപ്പ് പറഞ്ഞാലും അതെന്തല്ല, ഇതിനെതിരല്ല, അതിനെതിരാണ്. മോയിൻ ബാപ്പു എന്ന് പറയുന്ന കുത്തുബുൽ CM വലിയുല്ലാഹി തങ്ങളുപ്പാപ്പ കൊണ്ടോട്ടി ഷാ തങ്ങളുടെ ജാറം സന്ദർശിക്കുന്നതിന് നേർദൃക്സാക്ഷിയായിട്ടുള്ള അദ്ദേഹം പറയുന്നത് തെളിവ് തന്നെയാണ്. എന്തുകൊണ്ട് തെളിവല്ല? എന്തുകൊണ്ട് തെളിവല്ല? പണ്ടങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താനുള്ള ആർജവം കാണിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഈ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ തെറ്റുപറ്റാത്ത മാസൂമുകളാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അവർക്ക് ചിലപ്പോൾ മനുഷ്യരുടേതായ കുറവുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അവർ ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു പോയി ഫത്വകൾ കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകം ഞാൻ തിരിച്ചു വരുന്നുണ്ട് സാഹിത്യത്തിലേക്ക്. ഈ പുസ്തകം MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദിൻ്റെ പുസ്തകമാണ്, സംയുക്ത കൃതികൾ. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 836 പേജിൽ 21, 22 സമ്മേളനങ്ങൾ. അതിൽ പറയുന്നു സമസ്തയുടെ 21 സമ്മേളനവും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനവും 961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ തിരുരങ്ങാടി കക്കാട് വെച്ച് ചേരാൻ 24/12/60 കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിലായിരുന്നു പരിപാടി. അധ്യക്ഷനായി ക്ഷണിക്കപ്പെട്ടിരുന്നത് ദയൂബന്ദ് ദാറുൽ ഉലൂം പ്രിൻസിപ്പൽ ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബും ഉദ്ഘാടകൻ മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുമായിരുന്നു. നിങ്ങൾ നോക്കൂ, സമസ്തയുടെ നിലപാടുകളൊക്കെ ശരിയാണെങ്കിൽ, ഒരു കാലത്ത് ഞാനും അങ്ങനെ ധരിച്ചു വച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറതീർത്ത് ശരിയായിരിക്കും എന്നൊരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു. ഞാനത് തിരുത്തി. സമസ്ത എടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. അതിൽ പല അബദ്ധങ്ങളും വന്നിട്ടുണ്ടായിരിക്കാം. ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, പല അബദ്ധങ്ങളും അതിലും വന്നു ചേർന്നിട്ടുണ്ടായിരിക്കാം. അവർക്ക് മനുഷ്യരല്ലേ, മനുഷ്യ സഹജമായ അബദ്ധങ്ങൾ അവർക്ക് സംഭവിക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, സമസ്തയെടുത്ത എല്ലാ നിലപാടുകളും ശരിയായിരുന്നുവെങ്കിൽ 961 തിരുരങ്ങാടിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച 21ാം സമസ്ത സമ്മേളനത്തിൽ എങ്ങനെ തബ്ലീഗുകാരനായ പിഴച്ച കക്ഷിയായ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയ ആൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഖാരി മുഹമ്മദ് തയ്യിബ് വന്നു? അല്ലെങ്കിൽ അയാളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. ക്ഷണിക്കുക മാത്രമേ അയാൾ വരികയും ചെയ്തിട്ടുണ്ട്. ഖാരി മുഹമ്മദ് തയ്യിബ് അടക്കമുള്ള, അമ്പേട്ടവി അടക്കമുള്ള, നാനൂത്തവി അടക്കമുള്ള, ഷാ മുഹമ്മദ് ഇല്യാസി അടക്കമുള്ള ദയൂബന്ദി തബ്ലീഗ് പിഴച്ച കക്ഷികളാണ് എന്ന് അറിയാത്ത കൊച്ചുകുട്ടികളാണോ ഈ സമസ്തയുടെ പണ്ഡിതന്മാർ? എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അഹമ്മദ് റസാഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അവർ പിഴച്ച കക്ഷികളാണ്, ദയൂബന്ദികൾ, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധം നമുക്ക് അഹ്ലുസുന്നയുടെ അഹ്ലുകാർക്ക് പറ്റുന്നതല്ല എന്ന് ഇവിടെ ഫത്വ കൊടുത്തിട്ടുള്ളതല്ലേ? ഹുസ്സാമുൽ ഹറമൈൻ ഇവിടെ നിലനിൽക്കുന്നതല്ലേ? ഇതൊന്നും അറിയാതെയാണോ ഇവർ വിളിച്ചത്? അവർക്കറിയേണ്ടിയിരുന്നല്ലോ. അപ്പോൾ അബദ്ധമായിരുന്നു അത്. എന്നിട്ടോ ഖാരിയാണ് അധ്യക്ഷൻ എന്നറിഞ്ഞ മൗലാന കുത്തുബി ഖദ്ദസുല്ലാഹു സുറഹുൽ അസീസ് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ വിസമ്മതിച്ചു. നിങ്ങൾ നോക്കൂ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ ഈ ഇന്നത്തെ നിഴൽവാദികളുടെയൊക്കെ വലിയ ഉസ്താദാണെന്ന് പറയപ്പെടുന്ന ഓക്കെ ഉസ്താദിൻ്റെയും ഒക്കെ ഉസ്താദാണ് കുത്തുബി മുഹമ്മദ് ഉസ്താദ്. ഇന്ന് നിഴൽവാദം ആരോപിക്കുന്നവർ, മുത്ത് റസൂലുള്ളാഹിൽ നിഴൽ ഉണ്ടെന്ന് ആരോപിക്കുന്നവർ,
അധ്യാരോപിക്കുന്നവർ, അവർ വലിയ പണ്ഡിതനായിട്ട് ഉയർത്തിക്കാണിക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട OK ഉസ്താദ്. ഈ OK ഉസ്താദിൻ്റെ അടക്കം പണ്ഡിതനല്ലേ, അല്ലെ ഉസ്താദല്ലേ, അല്ലെങ്കിൽ ഗുരുപരമ്പരകൾ വരുന്നവരല്ലേ ആര്? കുത്തുബി മുഹമ്മദ് ഉസ്താദ്. ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം എന്തു ചെയ്തു? വേദി പങ്കിടാൻ വിസമ്മതിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കാരി മുഹമ്മദേ, നീ വന്ന വഴിക്ക് പൊയ്ക്കൂ, നിനക്കിവിടെ റോളില്ല എന്നല്ലേ പറയേണ്ടത്? പറഞ്ഞോ? പിന്നെയോ ദൈവബന്ധികളുടെ വിശ്വാസ വൈകല്യമാണ് മൗലാന തിരിച്ചറിഞ്ഞത്. അവസാനം കാരിയുടെ അധ്യക്ഷ പ്രസംഗം താമസിപ്പിച്ചുകൊണ്ട് മൗലാന കുത്തുബി സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സ്ഥലം വിടുകയാണ് ചെയ്തത്. നോക്കൂ, അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, വിറാസത്തുള്ള പണ്ഡിതൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന മഹാനുഭാവൻ, അദ്ദേഹം ആ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ, അഹ്ലുസുന്നയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണെങ്കിൽ, സോറി ഫോർ ദ ഇൻ്ററപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അപ്പോൾ മഹാനായ കുത്തുബി മുഹമ്മദ് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടുന്ന് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടുന്ന് സദസ്സിലിരുന്നില്ല. കാരി മുഹമ്മദ് ഉള്ളത് കൊണ്ട്, കാരി മുഹമ്മദ്, കാരി ത്വയ്യിബ് എന്ന് പറയുന്ന ദൈവബന്ദി ഉള്ളതിനാൽ മഹാനവറുകൾ എന്ത് ചെയ്തു? സ്റ്റേജിൽ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ അതിന് ശേഷമാണ് കാരി ത്വയ്യിബ് സ്റ്റേജിൽ വന്നിരുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ ദൈവബന്ദി വിശ്വാസത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു മൗലാനയുടെ ഈ ദീർഘവീക്ഷണം. ഇന്നിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, കുത്തുബുൽ ആലം CM വലിയുല്ലാഹി, അത് ഈ മറ്റേ ഫൈസി തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സാദി തന്നെ ചോദിക്കുന്നുണ്ട്, കുത്തുബുൽ ആലം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ എന്തുകൊണ്ട് അന്നത്തെ സമസ്തക്കാരോട് പറഞ്ഞില്ല, ഈ പറയപ്പെടുന്ന കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുപ്പാപ്പ മഹാനാണ്, നിങ്ങൾ അദ്ദേഹത്തെ വർജിക്കരുത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഈ സാദി തന്നെ ചോദിക്കുന്നുണ്ട്. ശുദ്ധ അസംബന്ധമായ ചോദ്യം. ഇനി നിങ്ങളോട് മഹാനായ കുത്തുബുൽ ആലം തങ്ങൾ അതിനെ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ അനുസരിക്കില്ല. നിങ്ങൾ ദുഷ്ടാഢ്യക്കാരാണ്. അസത്യം പറഞ്ഞാൽ, പിന്നീട് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളത് വിളിച്ചു പറയുന്നവരല്ല എന്ന് ഈ സംഭവം തന്നെ തെളിവാണ്. മഹാനായ കുത്തുബി മുഹമ്മദ് ഉസ്താദ് കാരി മുഹമ്മദ് തയ്യിബ് പിഴച്ചവനാണ്, അവനോടൊപ്പം ഞാൻ സദസ്സ് പങ്കിടുകയില്ല എന്ന് തീരുമാനമെടുത്താൽ അവിടെ കൂടിയിരുന്ന സകല പണ്ഡിതന്മാരും, അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിത്വമാണ് കുത്തുബി ഉസ്താദ്, എന്താ ചെയ്യേണ്ടിയിരുന്നത്? കാരിയെ തിരിച്ചയക്കേണ്ടതല്ലേ അല്ലേ? അപ്പോൾ പിന്നെ സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും ശരിയാണ് എന്ന് ബുദ്ധിപരമായിട്ട് തന്നെ നമുക്ക്, ശരിയല്ല എന്ന് ബുദ്ധിപരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെ എടുത്തൊരു അബദ്ധ തീരുമാനമാണ് ഇതും. ഏത്? ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ചുള്ള ഇതും അങ്ങനെ എടുത്തൊരു അബദ്ധ തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സാദി ഒന്ന് പറഞ്ഞത് കേട്ടോളൂ. പറയൂ സാദി. എന്നാ ഞാൻ പറഞ്ഞതിനർത്ഥം, അങ്ങനെ ആള് പറഞ്ഞോ ഇല്ല, ഒരാളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ എനിക്കും പറയിപ്പിക്കാലോ, അങ്ങനെ മടവൂരിങ്ങനെ പറഞ്ഞു, മറ്റോരിങ്ങനെ പറഞ്ഞു, അതല്ല അതിൻ്റെ. നമ്മൾ രേഖയാ പറയാം. ഈ കൻസുൽ ബറാഹീനിൽ കാണാം. ആണോ ഇദ്ദേഹം പറഞ്ഞ കേട്ടോ? എന്ത് ശുദ്ധ അസംബന്ധമാണ് ഇദ്ദേഹം പറയുന്നത്. ആളെ സംബന്ധിച്ചുള്ള തീരുമാനം പഠിച്ച് നമ്മുടെ പഴയ കാലത്ത് ഉലമാവ് പറഞ്ഞു, അതിനെതിരെ ഇപ്പം വന്നിട്ട് ഏത് വാപ്പ് പറഞ്ഞാലും, ഞാൻ പറഞ്ഞില്ല, ഏത് വാപ്പ് പറഞ്ഞാലും
അതാ നമുക്കറിയേണ്ടത്. എന്തുകൊണ്ട് മോഹിം ബാപ്പു പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? ആ ഏത് ബാപ്പു എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ആ ചോദ്യം കുത്തുബുലാല തങ്ങളിലേക്ക് കൂടിയാണ്. അത് കുത്തുബുലാല തങ്ങളുടെ പേര് പരസ്യമായി പറയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഏത് ബാപ്പു എന്ന് പറഞ്ഞാൽ ആര് അതിൽ പെട്ടു? അതിൽ കുത്തുബുലാല തങ്ങളും പെട്ടു. കാരണം അവിടെ നിന്നാണല്ലോ പറഞ്ഞത് അവർ മഹാനാണ്. പറയട്ടെ. അതെന്തല്ല, ഇതിനെതിരല്ല എന്നാ ഞാൻ പറഞ്ഞതിനർത്ഥം. എന്തുകൊണ്ട് എതിരല്ല? പറയൂ, കാരണം പറയൂ, എന്തുകൊണ്ട് എതിരല്ല? കുത്തുബുല്ലാലം തങ്ങൾ പോയി എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൃക്സാക്ഷി ഇന്നും ഹയാത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് സ്വീകാര്യമല്ല? അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. അങ്ങനെ ആള് പറഞ്ഞോ ഇല്ല, ഒരാളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ എനിക്കും പറയിപ്പിക്കാലോ. അങ്ങനെ മടവൂരിങ്ങനെ പറഞ്ഞു, മറ്റോരിങ്ങനെ പറഞ്ഞു. അതല്ല അതിൻ്റെ. നമ്മൾ രേഖയാ പറയാം. ഈ കൻസുൽ ബറാഹീനിൽ കാണാം, വമിസ്ലുഹും ബൽ അഅ്ളമു മിൻഹും ഫിഅലുഹും വഇതിഖാദുഹും الذين ظهروا بآخر القرن الثاني عشر بعرض المليبار ممن عن الدين الحنيفي عن الدين الحنيفي وهم قوم عطاهم في آخر القرن المذكور فقير واشتهر بهذا الاعتقاد من دون نكير എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വദാലിക്കൽ മഹല്ലുൽ ഫാസിദു വറജുലു വൽ മുഹില്ലുൽ ഫാസിദു വറജുലു വൽ ഫഖീറുൽ മുആനിദു ലില്ലാഹി ഫീമാ യഖൂലു വമുഖാലിഫുൻ ലിമാ ഹുവ അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻഖൂലുൻ. നബിതങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതും ദീനിൽ സ്ഥിരപ്പെട്ടതുമായ അഖീദക്ക് വിരുദ്ധം ചെയ്യുന്ന ഫാസിദായ ഫഖീറായ റജുലു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്. കണ്ടോ, പച്ച നുണയല്ലേ പറയുന്നത്? എവിടെയാണ് പേര് പറയുന്നത്? ഒന്നുകൂടി കേട്ടോളൂ. വിരുദ്ധം ചെയ്യുന്ന ഫാസിദായ ഫഖീറായ റജുലു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്. ഞാൻ ആ പേരും വീണ്ടും പറയാത്തത് കൊണ്ടാണ്. അപ്പൊ ആണോ, പേര് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും പേര് പറയാത്ത അതുകൊണ്ടാണെന്ന്? ശുദ്ധമായ നുണയല്ലേ സുഹൃത്തുക്കളെ ഇത്? ഈ കൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന കിതാബിൽ എവിടെയും മുഹമ്മദ് ഷാ തങ്ങളുടെ പേരില്ല. അതാണ് വസ്തുത. അത് ഞാൻ ഉറപ്പിച്ചതാണ്. വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് എനിക്കതിൻ്റെ വിവരം ലഭിച്ചിട്ടുണ്ട്. ഞാനത് ഉറപ്പിച്ചതാണ്. ഇദ്ദേഹം ഈ പറയുന്നത് ശുദ്ധമായ കളവാണ്. അല്ലെങ്കിൽ ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ സിൽബന്ധികളോ കൻസുൽ ബറാഹീൻ കൊണ്ടുവന്നിട്ട് കാണിക്കട്ടെ മഹാനവറുടെ പേര്. ഈ 500-ലധികം പേജുകളുള്ള ഗ്രന്ഥമാണ് ഈ കൻസുൽ ബറാഹീൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഗ്രന്ഥത്തിൽ കൊണ്ടോട്ടി ഷാ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പേര് ഒരു വട്ടമെങ്കിലും പറയണ്ടേ? പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് മറ്റെല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളുടെയും അവസ്ഥ. അദ്ദേഹം ബാക്കി കൂടി പറഞ്ഞത് കേട്ടോളൂ. സാദി പറയട്ടെ. ഇത്തരം ഫത്വ നിലനിൽക്കുന്നു. ആ ഫത്വ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നോ ഇന്നലെയോ രണ്ടാഴ്ച അതിന്റെ മുമ്പും ഇത് തെറ്റാണ് എന്ന് നിരന്തരം പറഞ്ഞ് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനു എതിരായിട്ട് ഒരാള് മരിച്ചുപോയ ഒരാള് എന്റെ കൂടെ സിയാറത്തിനെതിരെ എന്ന് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? അതല്ല, ഈ ജിഫ്രി തങ്ങളടക്കം മഖ്ദൂമുമാരടക്കം രേഖയുള്ള ഈ ഫത്വ അതുപോലുള്ളതാണോ സ്വീകരിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മഹാന്മാരൊക്കെ അത് തെറ്റാണെന്ന് അന്ന് അവരുടെ ഒരു ഫത്വയും നിലനിൽക്കുന്നില്ല. മമ്പുറം തങ്ങളുടെ ഫത്വ ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നത് ശുദ്ധമായ കളവാണ്. മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ഒരു ഫത്വ മഹാനവരുടെ പേര് വെച്ചുകൊണ്ട് ചോദ്യത്തിന് സുആൽ ജവാബ് എന്ന നിലക്ക് മഹാനവരുടെ കൈപ്പടയിൽ അവരുടെ ഫത്വ നിലനിൽക്കുന്നില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതിനെതിരെ കവിത എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇല്ല, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവരുടെ മക്കാമിൽ ജാറത്തിൽ സിയാറത്തിന് പോയിരുന്നു എന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ എതിർക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഷാ തങ്ങൾ പിഴച്ച കക്ഷിയാണെന്ന് പറയുന്നത്? ദുരുപദിഷ്ടമാണ്. മോയിൻ ബാപ്പു വ്യക്തമായി അത് പറയുന്നുണ്ട്. മോയിൻ ബാപ്പു പറയുന്നത് കേട്ടു. തങ്ങള് കൊണ്ടോട്ടി ഷാത്തങ്ങള് സിയാറത്ത് ചെയ്യാൻ പോകാറില്ലേ? പോകാറുണ്ട്. അതിനെ അംഗീകരിച്ചിരുന്നോ? നിങ്ങൾ കൂടെ പോയിട്ടുണ്ടോ? ഞാൻ പോയി. നമ്മള് അടുത്ത് കുടുംബക്കാർക്ക് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ. ഈ കൊണ്ടോട്ടി ഷാ തങ്ങളെ കുബയിൽ, മുഹമ്മദ് ഷാ തങ്ങളെ കുബയിൽ പോയിട്ടുണ്ട്. അതെ, അതായത് സമസ്തക്കാർ എതിർത്ത കുബയിൽ തന്നെ പോയിട്ടുണ്ട്. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? മടവൂർ അതിനുള്ളിൽ കയറി സിയാറത്ത് ചെയ്ത് ഒരു ഒറ്റ വട്ടാണോ ഒരുപാട് ഒരു മണിക്കൂറൊക്കെ അവിടെ
പിന്നെ അങ്ങനെ നിന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഒറ്റ തവണയാണോ ഒരുപാട് തവണയാണോ ഒരു പല തവണകളായിട്ട് അവിടെ പോയിട്ടുണ്ട്? വേറെ നിങ്ങളെ കൂടെ വേറെ ആരെങ്കിലും അവിടെ വന്നത് ഓർക്കുന്നുണ്ടോ? നമ്മളെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിട്ടില്ല. ശൈഖുന, കേട്ടല്ലോ, ദൃക്സാക്ഷിയാണ് പറയുന്നത്. ഇത് സ്വീകാര്യമല്ലെന്നാണ് നിഴൽവാദികളുടെ നേതാവായിട്ടുള്ള കൊട്ടുക്കര സയദി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത്. ഇതെന്ത് ഊളത്തരമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, സഹോദരങ്ങളെ. ഇതിൻ്റെ ഊളത്തരമെന്നല്ലേ പറയുന്നത്? കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയാം എന്ന നിലപാടല്ലേ അത്? ഒരുമാതിരി ഗയറാൻ പരിപാടി. അപ്പോൾ മോയിൻ ബാപ്പു എന്ന് പറയുന്ന, മോയിൻ ബാപ്പു മാത്രമല്ല വേറെയും പലരും കണ്ടിട്ടുണ്ട്, പല ആളുകളും പല വട്ടം പോയിട്ടുണ്ട് എന്നാണ് മോയിൻ ബാപ്പു പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയിൽ തന്നെയുള്ള പല പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നവരാണ്. അതിൽപ്പെട്ട ഒരാളാണ് കൽത്തറ ഉസ്താദ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എന്തോ ഒരു വിഷയത്തിൽ ഈ കൊണ്ടോട്ടി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് അന്നെന്തോ ചർച്ച നടന്നപ്പോൾ ഞാനും തന്നെയാണ് ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഉസ്താദ് പറഞ്ഞാണ് കുത്തുബുൽ ആലം CM വലിയുള്ള പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഷാ തങ്ങൾ മഹാനാണ് എന്ന് മനസ്സിലായോ? അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നോക്കൂ, ഈ സയദി വേറെയും ചില മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞവർ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിന് എതിരായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പോയിരുന്നു എന്ന് പറഞ്ഞത് വിശ്വാസയോഗ്യമല്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് വിശ്വാസയോഗ്യമല്ല അതിങ്ങ് പറയുക. ഓക്കെ, ഇനി എന്താ അതിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പഴയക്കാര പണ്ഡിതന്മാർ പറഞ്ഞ ചരിത്രോത്സവം ഇവിടെ വായിച്ചു. എന്നാൽ ഇപ്പം ഇതിൻ്റെ മുന്നേ നടന്ന പ്രസംഗത്തിൽ തന്നെ ഇവിടെ നമ്മൾക്ക് ആധികാരികമായിട്ടൊരു തെളിവ് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അതത് കാലത്തെ പണ്ഡിതന്മാർ ചെയ്യുന്നതാണ് തെളിവ് എന്നാണ് ഇതിൻ്റെ മുന്നപ്പം മുമ്പുള്ളതിപ്പുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അടുത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് കുത്തുബുൽ ആലം CM വലിയുള്ളാഹി. മുമ്പ് കഴിഞ്ഞു പോയും അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളവരുടെ ഞാൻ പറഞ്ഞത്. അല്ല, അവർ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ കാലഘട്ടത്തിലെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് കുത്തുബുൽ ആലം CM വലിയുള്ളാഹി. മൂപ്പര് പറഞ്ഞാൽ മൂപ്പര് അവിടെ ധ്യാനം ചെയ്തിട്ട് പോയില്ല എന്നാണ്, പിന്നെ അവിടെ പോകണ്ടെന്ന് അവിടുത്തെ കാലഘട്ടത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. കൊണ്ടോട്ടി തങ്ങൾ ഇദ്ദേഹം ചോദിക്കണം കേട്ടോ, അവിടെ സിയാർത്ത് ആര് പറഞ്ഞു എന്ന്? ആ പറഞ്ഞത് സ്വീകാര്യോഗ്യമല്ലെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുക അത് ആര് പറഞ്ഞു എന്ന്. മോയിൻ ബാപ്പു പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ മുസ്ലിയാരെ, സയ്യിദ് ഉസ്താദെ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടത് സ്വീകരിക്കുന്നില്ല? കൊണ്ടോട്ടി തരീഖത്ത് അത് കള്ളത്തരീഖത്ത്. അതിന് പറയും CM വലിയുള്ളാഹി അവിടെ സിയാറത്ത് ചെയ്തു. രേഖ എവിടെ? രേഖയാണ് ഇപ്പൊ കാണിച്ചത്. മോയിൻ കൊണ്ടോട്ടി ശാസ്ത്രങ്ങൾ സിയാറത്ത് ചെയ്യാൻ പോകാറില്ല. മോയിൻ ബാപ്പുവിന്റെ രേഖ എന്തുകൊണ്ട് രേഖയല്ല? അതൊരു വിഷ്വൽ എവിഡൻസ് അല്ലേ? എഴുതിയത് മാത്രമേ രേഖയാവുകയുള്ളൂ. നമ്മൾ ഇവിടെ മാനേജ്മെന്റ് സിസ്റ്റംസ് ഇല്ലേ? എത്രയോ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. എല്ലാ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഇപ്പോൾ രേഖ എന്ന് പറഞ്ഞാൽ, ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ കേവലം എഴുതിയത് മാത്രമാണോ സാദി ഉസ്താദെ? അല്ല, വിഷ്വൽ രേഖകൾ, വീഡിയോകൾ, ഇന്റർവ്യൂകൾ, ഫ്ലോ ചാർട്ടുകൾ, ഇതൊക്കെ രേഖകളാണ്. അപ്പൊ എഴുതിയത് മാത്രമാണ് രേഖ എന്ന മൂഢവിശ്വാസത്തിലാണ് സയദി എന്ന് പറയുന്ന പണ്ഡിതൻ വിരാജിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശുദ്ധമായ അസംബന്ധം. ചോദിക്കണ കേട്ടാൽ തോന്നുമ്പോൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞു മോയിൻ ബാപ്പുവിനെ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല, പിന്നെ ചോദിക്കും ആര് പറഞ്ഞു എന്ന്. അതേ ഞാൻ ചോദിക്കാം, മോയിൻ ബാപ്പു പറഞ്ഞത് എന്തുകൊണ്ട് സ്വീകാര്യോഗ്യമല്ല? ചെയ്തതിന്റെ രേഖയാണ് മുഹമ്മദ് ബാപ്പു കുറ്റം. അത് രേഖയല്ല, സ്ഥിരപ്പെട്ട ഒരു തെറ്റാണ് എന്ന് ഉലമായി തീരുമാനിച്ചു. CM വലിയുള്ളയുടെ കാലത്തും ബന്ധപ്പെട്ടു. CM വലിയുള്ള ജീവിച്ചിരിക്കുന്ന ഒരാളോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഒരാൾ കണ്ടോ, ഇദ്ദേഹം ശുദ്ധമായ കളവ്. CM വലിയുള്ള ആരോടും പറഞ്ഞിട്ടില്ല. CM വലിയുള്ള ആരോടും പറഞ്ഞില്ല. പിന്നെ കൽത്തറ ഉസ്താദ് എങ്ങനെ അറിഞ്ഞു? എങ്ങനെ CM വലിയുള്ള പോയത് നേരിട്ട് കണ്ട മോയിൻ ബാപ്പു പറയുന്നു, കേട്ട മോയിൻ ബാപ്പു പറയുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല? എന്നിട്ട് ഇദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. പറഞ്ഞത് സ്വീകരിക്കുകയില്ല, എന്നിട്ട് പിന്നെ കളവ് പറയാം ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ഇതൊക്കെയല്ലേ ശുദ്ധമായ അസംബന്ധം പ്രിയപ്പെട്ടവരെ? തെറ്റായ ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കള്ളങ്ങൾ വീണ്ടും വീണ്ടും ചമക്കുക. ശേഷം പറയാണ് അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. എവിടെ സിയാറത്ത് ചെയ്തിരുന്നു? ആര് പറഞ്ഞു? എന്ത് രേഖ? എനിക്കും പറയാലോ, നൂറുശക്കാർക്കും പറയാലോ, കാദിയാനികൾക്ക് പറയാലോ, ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ CM വലിയുള്ളാഹിയുടെ സഹയാത്രികനായിരുന്നില്ല.
മോയിൻ ബാപ്പു CM വലിയുള്ളാഹിയുടെ സഹയാത്രികനായിരുന്നു എന്നതിന് നിരവധി തെളിവുകളും ദൃക്സാക്ഷികളുമുണ്ട്. അദ്ദേഹം CM വലിയുള്ളാഹിയുടെ കാലക്കാരനാണ്. അവിടുന്നുമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരപ്പെട്ട കാര്യമല്ലേ? CM വലിയുള്ളാഹി അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു എന്നുള്ളതല്ലല്ലേ രേഖ. CM വലിയുള്ളാഹി റിയാർത്ത് ചെയ്തു എന്ന് മരിച്ചതിന് ശേഷം ഒരാൾ വന്നിട്ട് പറയാണ് ഓരോരുത്തരും പറഞ്ഞു എന്നുള്ളതല്ല രേഖ. പിന്നെ ഓരോരുത്തരും എഴുതി എന്നുള്ളത് രേഖയാവണം എങ്ങനെ? ഓരോരുത്തരും എഴുതി എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു സമസ്തയുടെ തീരുമാനമുണ്ട്, അതെന്തുകൊണ്ട് തെളിവാകണം? സമസ്ത തീരുമാനമെടുത്തതിന് വല്ല രേഖയുണ്ടോ? സമസ്ത അങ്ങ് തീരുമാനമെടുത്ത എല്ലാം ഞങ്ങൾ അംഗീകരിക്കണോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കുരുവട്ടൂർ സുന്നികളുടെ നേതാവായിട്ടുള്ള ഹാഫിദ് ഉസ്താദിനെതിരെ സമസ്ത എടുത്ത തീരുമാനം നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇന്നയാളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് എന്ത് ബാധ്യതയാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അറിയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാർ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരെ ഫത്വ എടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തടിസ്ഥാനത്തിലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്? അതിന് വല്ല രേഖയുണ്ടോ? അതിനെന്ത് രേഖയാണുള്ളത്? അവർ സുജൂദ് ചെയ്തിരുന്നു, തെളിവുണ്ടോ? സുജൂദ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പൊന്മള ഉസ്താദിന്റെ പുസ്തകത്തിൽ പറയുന്നു. എന്താണ് അവിടെ? മുരീദുമാർ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ യാ മഅബൂദ് എന്നും ഷെയ്ഖിലേക്ക് എഴുതുമ്പോൾ ഇലൽ മഅബൂദ് എന്നും ഉപയോഗിക്കാറുണ്ട്. എന്താണ് രേഖ? തെളിവുണ്ടോ? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ദാ പൊന്മള ഉസ്താദിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, അവരുടെ മുരീദുമാർ യാ മഅബൂദ് എന്ന് അവരെ വിളിച്ചിരുന്നു, എഴുതുമ്പോൾ ഇലാ മഅബൂദ് എന്നും പറഞ്ഞിരുന്നു. ഇതിന് വല്ല രേഖയുമുണ്ടോ? വല്ല തെളിവുമുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പൊ ഇതൊക്കെ ശുദ്ധമായ വിടുവായത്തം എന്നേ പറയാൻ പറ്റൂ. അതിൽ കവിഞ്ഞ ഒന്നുമല്ലാതെ. പറ സാദി ഉസ്താദെ. കാദിയാനികൾ വന്നിട്ട് പറയാണ് ഇവിടെ റിയാർത്ത് ചെയ്തു. എവിടെ രേഖ? അപ്പൊ ഇത് വെറുതെ ഒരു പിടച്ച തൊരീക്കത്തിൽ പെട്ട ചില ആളുകള് ഞങ്ങൾക്ക് CM വലിയുള്ളാഹി ഉണ്ട് എന്നൊരു കോടി തരാൻ വേണ്ടി മഹാനരായ CM വലിയുള്ളാഹിയെ എന്ത് ചെയ്യാ, കച്ചിത്തുരുമ്പാക്കി പിടിക്കാൻ അത് അനുവദിക്കൂല. അത് ഞാൻ ചോദിക്കുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു. ഓ സഅദി ഉസ്താദേ, നിങ്ങൾ ബഹുമാന്യരായ AP ഉസ്താദിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കുമോ? CM വലിയുള്ളാഹി കൊണ്ടോട്ടിത്തങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് AP ഉസ്താദിനെ കൊണ്ടത് പറയിപ്പിക്കാൻ കഴിയുമോ? കാണട്ടെ നിങ്ങളുടെ ഉസ്റ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് CM വലിയുള്ളാഹിയുമായിട്ട് അഭേദ്യ ബന്ധം വെച്ച് പുലർത്തിയിരുന്ന വ്യക്തിത്വമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എങ്കിൽ നിങ്ങളൊന്ന് AP ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കൂ. എന്താ പറയിപ്പിക്കേണ്ടത്? അതേ കുത്തുബുൽ ആലം തങ്ങൾ സമസ്തയുടെ തീരുമാനമുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ കുത്തുബുൽ ആലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, എന്ത് അവർ മഹാനാണ്, അല്ലെങ്കിൽ അവിടെ സിയാറത്തിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കളവാണ് എന്ന് AP ഉസ്താദിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക. കാണട്ടെ. AP ഉസ്താദിനറിയാം, ഉസ്താദ് പറയില്ല. അതവർ പറഞ്ഞിട്ടുള്ളതാണ്, പോയിട്ടുള്ളതാണ്. പല വട്ടം 1 മണിക്കൂറോളം അവിടെ നിന്നിരുന്നവർ. 1 മണിക്കൂർ സിയാറത്ത്. ആര്? കുത്തുബുൽ ആലം. നമ്മളൊക്കെ പോയാൽ പോലും 10, 15, 20 മിനിറ്റല്ലേ നിൽക്കുള്ളൂ. അവരപ്പോൾ അത്രയും വലിയ സ്ഥാനമുള്ള മഹാനാണ് 1 മണിക്കൂർ അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥാനം എത്രയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഈ സഅദി ഉസ്താദിൻ്റെ അടക്കം സഹയാത്രികനൊക്കെ ആയി ഇരുന്ന, ഇപ്പോഴാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്, ഒരു മാഷ്. ഈ ഹുസൈൻ രണ്ടത്താണിയുടെ അയാൾ എഴുതിയൊരു പുസ്തകമുണ്ട്. ഇതാണ് ആ പുസ്തകം, മഖ്ദൂബും പൊന്നാനിയും. ഈ മഖ്ദൂബും പൊന്നാനിയും എന്ന് പറയുന്ന പുസ്തകത്തിൽ പോലും കൃത്യമായിട്ട് ഇവരുടെ മഹത്വവും എഴുതി വച്ചിട്ടുണ്ട്. എന്താണ്? കൈത്തർക്കം എന്തിന്? മുഹമ്മദ് ഷാഹിൻ്റെ കാലശേഷം, ഓക്കെ, അതിനു മുമ്പ് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കൂ. ഈ മുഹമ്മദ് ഷാ തങ്ങൾ കോഴിക്കോട് കൊണ്ടോട്ടിയിൽ ആ ഭാഗത്ത് വരുന്നത് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ആരാണ് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു? ആധ്യാത്മിക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഒരേ സമയം സൂക്ഷ്മതയും കങ്കാണിത്തവും വെച്ച് പുലർത്തിയിരുന്ന അഗ്രഗണ്യൻ അല്ലേ? അത് ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ കേവലം ഒരു തട്ടിപ്പുകാരനായിട്ടുള്ള ഒരു വ്യാജ ഗുരുവിനെ
ടിപ്പു സുൽത്താൻ അംഗീകരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. നോക്കൂ, മുഹമ്മദ് ഷാഹിൻ്റെ കാലശേഷം തൻ്റെ പുത്രൻ അഫ്താബ് ഷാഹിൻ്റെയും അനുയായികളുടെയും പ്രവർത്തനങ്ങൾ സജീവമാകുകയും അവരുടെ വാദഗതികളിലും ചില പ്രവർത്തനങ്ങളിലും പണ്ഡിതന്മാർക്കുള്ള എതിർപ്പ് രൂക്ഷമാകുകയും ചെയ്തു. നമ്മളിപ്പോൾ എടുക്കുക ബഹുമാനപ്പെട്ട കുരുവട്ടൂർ ഹാഫിദ് ഉസ്താദ്. ഈ ഹാഫിദ് ഉസ്താദ് ശരീഅത്തിന് വിരുദ്ധം വല്ലതും ചെയ്തിട്ടുണ്ടോ? ശരീഅത്തിന് വിരുദ്ധം വല്ലതും ചെയ്തിട്ടാണോ AP ഉസ്താദിൻ്റെ സമസ്ത തീരുമാനം എടുത്തത്? അല്ല. ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു ശരീഅത്ത് വിരുദ്ധ പ്രവർത്തനവും ഉദ്ധരിച്ചുകൊണ്ടല്ല AP ഉസ്താദിൻ്റെ സമസ്ത അദ്ദേഹവുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ നിരവധി വ്യാജ ആരോപണങ്ങൾ പിന്നീട് പല കോർണറുകളിൽ നിന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം ജോത്സ്യന്മാരിലേക്ക് ആളുകളെ വിടുന്ന വ്യക്തിത്വമാണ് എന്നൊക്കെ. അതൊന്നും തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിച്ച ആർക്കും കഴിച്ചില്ല. അതിപ്പോൾ ഈ സായിദ് ഉസ്താദിന് പറഞ്ഞല്ലോ, അതിപ്പോൾ ആർക്കും വായ കൊണ്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചില്ലേ? അതുപോലെ കേവലം തൊള്ളബടായി എന്നല്ലാതെ വല്ല അടിസ്ഥാനവും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ സമസ്ത എടുത്ത തീരുമാനത്തിന് വല്ല ഒരു അടിസ്ഥാനവും. അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കിയാൽ മതി. ഇത് ചില ആളുകൾക്ക് കണ്ണുകടി, ഒരു അസ്ഥിത. ചിലർ വളർന്നു വരുമ്പോൾ, ചിലർ ഉയർന്നു വരുമ്പോൾ ചിലർക്കൊരു കണ്ണുകടി. ആ കണ്ണുകടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളായി ഇത്. മനസ്സിലായില്ലേ? വേറൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി അവർക്ക് കുറച്ച് അനുയായികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ചില ടീം അവർക്കും കുറച്ച് അനുയായികൾ വരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അവരോട് ഒരു അസൂയയും ഒരു കുന്നായ്മയും ഒരു കുശുമ്പൊക്കെ ഉണ്ടാവും. ആ കുശുമ്പിൻ്റെയും കുന്നായ്മയുടെയും ഒക്കെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് മതത്തിൻ്റെ പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. ശുദ്ധമായ തെമ്മാടിത്തമാണത് എന്ന് എനിക്ക് പറയാൻ കഴിയൂ അതിനെക്കുറിച്ച്. അപ്പോൾ അന്നും നടന്നത് ഇത് തന്നെയാണ്. അവരുടെ വാദഗതികളും ചില പ്രവർത്തനങ്ങളിലും പണ്ഡിതന്മാർക്കുള്ള എതിർപ്പ് രൂക്ഷമാകുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കിയപ്പോൾ ഈ പ്രശ്നം പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മുന്നിലെത്തിച്ചു. പണ്ഡിതന്മാരെയും ഫക്കീറിനെയും അഥവാ കൊണ്ടോട്ടി തങ്ങന്മാരുടെ വിളിച്ചു വരുത്തി ടിപ്പു സുൽത്താൻ ഒരു സംവാദം സംഘടിപ്പിച്ചെന്നും അവിടെ വെച്ച് താൻ ഖാദിരി സൂഫിയാണെന്ന് ഫക്കീർ ബോധ്യപ്പെടുത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. കണ്ടോ? അപ്പോൾ ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിൻ്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് ഷാ തങ്ങളുടെ മകനായ അഫ്താബ് ഷാ ഖദ്ദസുല്ലാഹു സുർറവുൽ അസീസ് അവിടുന്ന് താൻ ഖാദിരി സൂഫിയാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു. എന്തായാലും ശരി, ഫക്കീറിൻ്റെ പിന്നെയും മുരീദുമാർ വർദ്ധിച്ചു വന്നു. പ്രധാന മുരീദും പ്രവർത്തകരും ഫക്കീറിൻ്റെ കാര്യസ്ഥനും കുഞ്ഞറമുട്ടിയായിരുന്നു. ഫറോക്കിൽ ആ സ്ഥാനം പണിത ശേഷം ഉലമാക്കളെയും സൂഫികളെയും സുൽത്താൻ അങ്ങോട്ട് ക്ഷണിച്ചു. കൂട്ടത്തിൽ ഫക്കീറും ക്ഷണിക്കപ്പെട്ടു. ഫക്കീർ എന്ന് പറയപ്പെടുന്ന ഈ പുസ്തകത്തിൽ പറയപ്പെടുന്ന മുഹമ്മദ് ഷാ തങ്ങൾ ശരീഅത്ത് വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു വിദ്വൽ സദസ്സിലേക്ക് മുഹമ്മദ് ഷാ തങ്ങളെ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ക്ഷണിക്കുമോ പ്രിയപ്പെട്ടവരെ? ഫക്കീറിനെ ടിപ്പു സുൽത്താൻ ഇനാംദാർ പദവി നൽകി ആദരിച്ചു. നോക്കൂ, അദ്ദേഹം വ്യാജനാണെങ്കിൽ, പള്ളിയിൽ കാഷ്ടിക്കണമെന്ന് പറയുന്നയാളാണെങ്കിൽ, നഗ്നനായി കിടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമെന്ന് പറയുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന് ഇനാംദാർ പദവി നൽകി ടിപ്പു സുൽത്താൻ ആദരിക്കുമോ പ്രിയപ്പെട്ടവരെ? പ്രബോധന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയും മറ്റു വരുമാനങ്ങളും അനുവദിക്കുമോ ടിപ്പു സുൽത്താൻ? അദ്ദേഹം വ്യാജനാണെങ്കിൽ ശിഷ്യന്മാർ ഇഷ്ടദാനമായി നൽകിയ ഭൂമി വേറെയും ഉണ്ടായിരുന്നു. തൻ്റെ പിതാമഹനാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഭൂമി എത്രയും രജിസ്റ്റർ ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തും കുണ്ടോട്ടി തങ്ങന്മാരുടെ ഇനാംദാർ പദവി നിലനിർത്തുകയും അവരോടുള്ള രാജഭക്തി തുടരുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭക്തിയും തൻ്റെ കേന്ദ്രത്തിൽ തുടർന്നു വന്ന ഷിയ ആചാരങ്ങളുമാണ് ഷായെയും പിൻഗാമികളെയും ഉലമാക്കളുടെ ശത്രുക്കളാക്കിയത്. നോക്കൂ, ഷിയ ആചാരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഷിയ ആചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അടുത്ത് ഈ നിഴൽവാദികളുടെ ഒരു വലിയ നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫൈസി നാസിബി, യസീദി ആയിട്ടുള്ള ഷിയ ഫൈസി, അദ്ദേഹം ഈ അടുത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? നമുക്കൊക്കെ അറിയാം അഹ്ലുൽ അബാഇനെ കുറിച്ചുള്ള കവിത, ലീ ഖംസത്തുൻ തുഫീവിഹാ ഹർറൽ വബാ അൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തദ വബനാഹുമാ വൽ ഫാത്തിമ എന്ന് പറയുന്ന വിശുദ്ധമായിട്ടുള്ള ആ രണ്ട് കൃതി, ആ രണ്ട് കാവ്യശകലം, ആ കാവ്യശകലം നമ്മളൊന്ന് ഉച്ചരിച്ചാൽ അവൻ ഷിയയാണ് എന്നാണ് ആ സമസ്തയുടെ ഭാഗമായിട്ടുള്ള ആ മുസ്ലിയാർ പറഞ്ഞത്. ഷിയ ഫൈസി നാസിബി യസീദി. നോക്കൂ, എന്തൊരു വലിയ അപരാധമാണ് അയാൾ പറഞ്ഞു വരുത്തിയത്. നമ്മൾ ആലുവ എറണാകുളം ആ ഭാഗത്തുള്ള തങ്ങന്മാർ
ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് തോട്ടുമുഖം തങ്ങന്മാർ. ഐദ്രൂസി കുടുംബമാണ് കറുത്തു തങ്ങളുപ്പാപ്പ, തോട്ടുമുഖം, ഷെയ്ഖ് അബൂബക്കർ ബാം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ കുടുംബമാണത്. അവരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ അവർ നിരന്തരം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബമാണ് തോട്ടുമുഖം കുടുംബം, തോട്ടുമുഖം തങ്ങന്മാരുടെ കുടുംബം. അവരടക്കം ചെല്ലുന്നതാണ് ഈ ബൈത്ത്. ഇത് അവിടെ അത് മാത്രമല്ല, മിക്ക ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ 2 പദ്യശകലങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുമുണ്ട്, സുന്നി കേന്ദ്രങ്ങളിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഷിയാക്കളാണോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഉള്ളുപൊള്ളയായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഷിയ വിശ്വാസം വെച്ച് പുലർത്തി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തൊലി പൊളിച്ചതുപോലെയുള്ള അവസ്ഥയാണ്. ഈ ബൈത്ത് ചൊല്ലിയാൽ എങ്ങനെയാണ് ഷിയാവുന്നത്? പിന്നെ ഇതിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട് പോൽ. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ബഹുമാനപ്പെട്ട വൈലത്തു തങ്ങളുപ്പാപ്പ അവർ സുജൂദ് ചെയ്തു, ഖബറിൽ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചു. അവർ സുജൂദ് ചെയ്തതാണോ? വാസ്തവത്തിൽ അല്ല. അവിടെ വന്നപ്പോൾ അവിടെയുള്ള ആ ഖബറിൻ്റെ മുകളിൽ ഇട്ടിരുന്ന തുണി അവരെടുത്ത് ബർക്കത്തെടുത്തതാണ്. അത് സുജൂദായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് ചന്ദനക്കുടം നടത്തി എന്നാണ്. ഈ ചന്ദനക്കുടം നടത്തിയത് കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമാകുമോ? അതിപ്പോൾ ഇവിടെ നമ്മുടെ തോട്ടുമുഖം മഖാം അവിടെ ഉണ്ടല്ലോ ചന്ദനക്കുടം. ചന്ദനക്കുടം എന്ന് പറയും, നോക്കൂ, ഇവരുടെ അംഗീകാരത്തോടെ, ഇതിപ്പോൾ പൊന്മള ഉസ്താദിൻ്റെ പുസ്തകത്തിലുള്ളത്, ഇവരുടെ അംഗീകാരത്തോടെ മുഹമ്മദ് ഷാഹിൻ്റെ വിയോഗത്തിന് ശേഷം പല ദുർമാർഗ്ഗങ്ങളും അവിടെ നടപ്പിൽ വന്നു. ത്വരീക്കത്തിൽ ചേർന്നവരെല്ലാം അവരുടെ ഉടമയിലുള്ള സർവ്വസ്വത്തുക്കളും ഷെയ്ഖിൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. തങ്ങളുടെ ഉറൂസായി നടത്തപ്പെടുന്ന കൊണ്ടോട്ടി നേർച്ചയോടനുബന്ധിച്ച് കൊടിയേറ്റ ചടങ്ങ് അതിവിപുലമായി നടത്തപ്പെടും. അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീ പുരുഷഭേദമന്യേ തങ്ങൾ ജാറത്തിങ്കൾ വെച്ച് ചന്ദനമരക്കും. ചന്ദനമരച്ചതുകൊണ്ട് ഇസ്ലാമി വിരുദ്ധമാകുമോ? പിന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ എന്ന് പറയുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട്. ഈ മഹാന്മാരുടെ ജാറം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ പൊതുജന സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. അവിടെ എല്ലാ നിലക്കും ഇസ്ലാമിക, പ്രത്യേകം ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാ നിലക്കും ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന് ശടിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അവിടെ പല ജാതി ആളുകൾ, പല മതക്കാർ, പല വിശ്വാസികൾ, അവരൊത്ത് മറച്ചവരും മറക്കാത്തവരൊക്കെ വരും. അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, മാനസികവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. നമുക്കവിടെ പോയിട്ട് ഇസ്ലാമിക നിയമം ഇതാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടൊന്നും ശടിക്കാനും കഴിയും. ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കുത്തുബുൽ തങ്ങളുപ്പാപ്പയുടെ ഖബർ, മടവൂരുള്ള ഖബർ, അവിടെ സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. കുത്തുബുസ്സമാൻ തങ്ങളുപ്പാപ്പയുടെ ഖബർ മമ്പുറത്ത്, അവിടെ സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, അവിടെ സ്ത്രീകൾ വരുന്നവരൊക്കെ ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ടാണ് വരുന്നത്? സ്ത്രീകൾ വരുന്നത് പള്ളിയുടെ മുൻപിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോഴൊക്കെ പുരുഷന്മാരവിടെ ഉണ്ട്. അവിടെ കലരലുണ്ട്. ചിലപ്പോഴൊക്കെ ഇടകലരൽ സംഭവിക്കാം. ഇടകലരൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാർക്കിടയിലൂടെയാണ് നടന്നു പോകുന്നത്, അപ്പുറത്തേക്ക് അവരുടെ ഭാഗത്തേക്ക് പോകുന്നത്. മറ്റേ മമ്പുറത്തങ്ങളുപ്പാപ്പയുടെ അവിടെ അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ പരസ്യമായിട്ട് റോട്ടിലൂടെ വരുന്നു, അവർ അവിടെ വന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറുന്നു. ആ സമയത്തൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. മഖ്ബറയിൽ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ, അതിൻ്റെ പ്രിമൈസസിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിർത്താക്കാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ അസാധ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചന്ദനമരക്കും അവയെല്ലാം ഒരു കുടത്തിൽ ശേഖരിച്ചൊരു പട്ടുതുണി കൊണ്ട് മൂടി കുടവുമേന്തി കുറേ ആളുകൾ തങ്ങളുടെ ജാരത്തിന് ചുറ്റും 7 പ്രാവശ്യം ത്വവാഫ് ചെയ്യും. എന്തൊരു വിഡിത്തമാണ് ത്വവാഫ് ചെയ്യേ! ആരാണ് ത്വവാഫിന് പ്രത്യേകമായ ഷർത്തും പ്രത്യേകമായ നിബന്ധനകളൊക്കെ ഇല്ലേ? ത്വവാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഅബയ്ക്ക് ചുറ്റും നടക്കുന്നതല്ലേ ത്വവാഫ്. ഇത് ത്വവാഫ് ആകുന്നത് എങ്ങനെ? ആരെങ്കിലും അങ്ങനെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. അത് പിന്നീട് ആ മഹാൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചതായിരിക്കാം ആരെങ്കിലുമൊക്കെ. ഈ കുശുമ്പും കുന്നായ്മയുമുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഹാഫിദ് ഉസ്താദിനെതിരെ അദ്ദേഹത്തിൻ്റെ വാദമായിട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അവർ ഇവിടെ പടച്ചുണ്ടാക്കുന്നത്. അദ്ദേഹം അവിടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് പറയുന്നത് കണ്ടോ ഇതാണോ സൂഫി, ഇങ്ങനെയാണോ സൂഫി. വാസ്തവത്തിൽ വല്ല കഴപ്പുമുണ്ടോ അതിൽ? ഇസ്ലാമിക നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പോയിക്കൂടെ? എവിടെ? നോളജ് സിറ്റിയിൽ പോയിക്കൂടെ? പാരീസിൽ പോയിക്കൂടെ? US പോയിക്കൂടെ? പോകാൻ പാടില്ലേ? ഇസ്ലാമിക നിയമപ്രകാരം പോകാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? സ്വന്തം ഭർത്താവിനൊപ്പം ഭാര്യയ്ക്ക് മുഖം മറക്കാതെ പോകുന്നതിന് ഇസ്ലാമിൽ വല്ല പ്രശ്നമുണ്ടോ? അന്യപുരുഷന്മാരെ കാണുമ്പോൾ അവരോട് വല്ലത് സംവദിക്കുമ്പോൾ മാത്രം മുഖമക്കര താഴ്ത്തിയിട്ടാൽ മതി ഇസ്ലാമിക നിയമപ്രകാരം. എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത്? അദ്ദേഹത്തിനെതിരെ വ്യാജമായ ഒരുപാട് ആരോപണങ്ങൾ. ശരീഅത്തിന് വിരുദ്ധമായി വല്ലതും അദ്ദേഹം ചെയ്തോ? ഇല്ല. തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ സമസ്തയുടെ വാദമെങ്കിൽ പരസ്യമായ ഒരു മുനാദറ സംഘടിപ്പിച്ചുകൊണ്ട് തെളിയിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള
കോപ്പിരാട്ടികൾ കാണിക്കുകയാണോ വേണ്ടത് പ്രിയപ്പെട്ടവരെ? അപ്പം അത്രേ ഇവിടെ ഉള്ളൂ. വയലത്തൂർ തങ്ങൾ ഉപ്പാപ്പ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, സുജൂദാണോ അത്? അതുപോലെ ആരെങ്കിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, അതിനെ പിന്നെ തവാഫായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, കായബയുടെ ചുറ്റും നടത്താൻ പറ്റുമോ? കായബക്ക് അകത്ത് മഹാന്മാരെ കബറില്ലേ? മസ്ജിദുൽ ഖൈഫിൽ എത്രയോ മഹാന്മാരെ കബറുണ്ട്, അവിടെ നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കബറിൻ്റെ മുകളിൽ നിസ്കാരം സ്വീകരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ കായബയുടെ അകത്ത് കബറില്ലേ? ഇസ്മായിൽ നബിയുടെ കബർ കായബക്ക് അകത്താണെന്ന് പറയപ്പെടുന്നു, മത്താഫിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോഴോ ഞാൻ ശാന്തരവിയെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ തവാഫ് ചെയ്യും. അപ്പോൾ ഈ കൊട്ടുക്കര സായദി പറഞ്ഞതുപോലെയാണെങ്കിൽ തവാഫ് ചെയ്തതിന് വല്ല തെളിവുണ്ടോ? തവാഫ് ചെയ്തു എന്ന് വല്ല രേഖയുമുണ്ടോ? നിന്റെയോ എന്റെയോ തൊള്ളയല്ല ഇവിടെ നിയമത്തിന്റെ അടിസ്ഥാനം. തെളിവ് കൊണ്ടുവരണം. എന്നാ തെളിവ് കാണിക്ക്, തവാഫ് ചെയ്തു എന്ന് തെളിവ് കാണിക്ക്. എവിടെയാണ് തവാഫ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ സാധിക്കുക? അബ്ദുൽ ബായിസ് കുറ്റിപ്പുറം ചിരിച്ചിട്ട് കാര്യമില്ല, തെളിവ് കാണിക്കൂ. അഹമ്മദ് മുഹത്താജ്, കൊണ്ടോട്ടി ഷാ തങ്ങളുപ്പാപ്പ തന്റെ കബറിന് ചുറ്റും, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ മക്കൾ ഇഫ്തിയാബ് ഷാ, അതല്ലെങ്കിൽ അഫ്താബ് ഷാ അല്ലേ, അതുപോലെയുള്ള മഹാന്മാർ, അതല്ലെങ്കിൽ അഫ്താബ് ഷാ, അതെ ഇഷ്തിയാഖ് ഷാ, അഫ്താബ് ഷാ, ഇവരൊക്കെ ഖബറിന് ചുറ്റും, മുഹമ്മദ് ഷാ എന്നവരുടെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യേണ്ടതാണ് എന്ന് വാദിച്ചു എന്നതിന്, അല്ലെങ്കിൽ ചെയ്തു എന്നതിന് വല്ല തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടോ? എന്നൊന്ന് കാണിച്ച്, ആ രേഖ ഒന്ന് കാണിച്ച്. കൊട്ടുക്കര സായദി പറഞ്ഞ തെളിവ് അയാൾ ചോദിച്ചല്ലോ, രേഖയുണ്ടോ? എന്നാ ഇതിന് രേഖയുണ്ടോ എന്ന് കാണിക്ക്. എന്ത് രേഖയുള്ളത്? ഒരു രേഖയില്ല, ഒരു രേഖയില്ല. ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുന്ന ഒരു വിഭാഗമായിട്ട് നിഴൽവാദികൾ മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വ്യാജ പണ്ഡിതന്മാരുടെ ഈ വ്യാജോക്തികൾ കേട്ടുകൊണ്ട്, ഇവരുടെ കോപ്പിരാട്ടികൾ കണ്ടുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ. സ്വാലിഹീങ്ങളെ തെറി പറയാൻ നിങ്ങൾ മുതിരരുതേ. നിങ്ങൾ നോക്കൂ, ഖുതുബുൽ ആലം CM വലിയുള്ള ആരാണ്? AP ഉസ്താദ് അടക്കം ഇവിടെ അംഗീകരിച്ചു. തൻ്റെ ഷെയ്ഖാണെന്ന് പറഞ്ഞു, കറാമത്തുകളുടെ സുൽത്താനാണെന്ന് പറഞ്ഞു, എന്നെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അവരാണെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പെടുന്ന പലരും അദ്ദേഹത്തെ ഖുതുബുൽ ആലം തങ്ങളെ ഖുതുബുൽ ആലമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പിന്നെയാണോ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ? സ്വന്തം മൂക്കിന് താഴെ ഇന്നും ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഭക്തി ബഹുമാനത്തോടെ മാത്രം പരാമർശിക്കുന്ന ഖുതുബുൽ ആലം CM വലിയുള്ളാഹി തങ്ങൾ ഖുതുബുൽ ആലമല്ല, അദ്ദേഹം ഇബ്നു തൈമിയ്യ പോലെയാണെന്ന് വരെ പറയാൻ ദുഷ്ടനായ ദുശക്തികൾ, ആ ദുശക്തികൾ അവരാണ് പറയുന്നത് മുഹമ്മദ് ഷാ തങ്ങൾ ഉപ്പാപ്പ വ്യാജനാണ് എന്ന്. ഏറ്റവും വലിയ വ്യാജന്മാർ ഇവരാണ് പ്രിയപ്പെട്ടവരെ, ഈ വ്യാജ പണ്ഡിതന്മാർ. ഉലമാഉം ശർറും മൻ തഹത ദീനി സമാ മിൻ തഖ്റുജുൽ ഫിത്നതു, അവരിൽ നിന്ന് ഫിത്ന ഉണ്ടാകും, ഫിത്ന അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ലാ ശഖ ഫീഹി, അതിലൊരു സംശയവും വേണ്ട. പൊളിച്ചടക്കിയിരിക്കും പ്രിയപ്പെട്ടവരെ. മഹാന്മാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഏത് നിഴൽവാദിയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ സത്യസന്ധമായിട്ട് തെളിയിക്കാൻ സാധിക്കണം. ഇത് ശുദ്ധമായ തെമ്മാടിത്തരം, ശുദ്ധമായ കോമാളിത്തരം മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെല്ലുവിളി ബാക്കിയാകുന്നു. ആർക്കെങ്കിലും കൊട്ടുക്കര സാദി പറഞ്ഞതുപോലെ ഇതുപോലെ സുജൂദ് ചെയ്യുന്നവരാണ്, തവാഫ് ചെയ്യുന്നവരായിരുന്നു, അല്ലെങ്കിൽ അതിന് ആഹ്വാനം ചെയ്തവരായിരുന്നു ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി തങ്ങൾ ഉപ്പാപ്പ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും ആർജവമുണ്ടെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവരിക. സ്വാഗതം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.